അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ സംഭവിക്കുന്ന ഏത് ഡീലിനെയും നെഗോസിയേഷനെയും ഇല്ലാതാക്കാനായിട്ട് ഒരു വിഭാഗം ഇപ്പോൾ ഇറാനില് രൂപം കൊണ്ടിരിക്കുകയാണ്. ഒരു തീവ്ര വിഭാഗം, സൂപ്പർ റവല്യൂഷണറീസ് എന്നാണ് അവരെ വിളിക്കപ്പെടുന്നത്. ഇവരുടെ ഒരു ഉദ്ദേശം ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകൾ ഇതിനെയൊക്കെ ഇല്ലാതാക്കുക, തുരങ്കം വെക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ നീങ്ങുന്നത്? എന്താണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം? ഇറാന്റെ അധികാരി വർഗത്തിന്റെ ഭാഗമാണോ ഇവർ? ഇറാന്റെ അധികാരം കൈയാളുന്ന ഷിയ മത നേതാക്കളുടെ ഭാഗം തന്നെയാണ് അവര്. പക്ഷേ നിലവിലുള്ള ഏത് ഷിയ വിഭാഗത്തെക്കാളും, അതായത് മൊസ്തഫ ഖമീനിയെക്കാളും തീവ്ര ചിന്താഗതിയുള്ള ഒരു വിഭാഗം ഇറാനിൽ ശക്തിപ്പെടുന്നു. അവർ ഈ അമേരിക്ക ഇറാൻ ചർച്ചകളെ അട്ടിമറിക്കുന്നു എന്നൊരു സൂചനയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ, അത് CNN ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഇതൊരു 3-4 ദിവസമായി ഈ വാർത്ത പാശ്ചാത്യ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ട്. ഈ വിഭാഗത്തിന്റെ പേര് ജബഹെ എ പെയ്ദാരി എന്നാണ്. അതായത് ജബഹെ എ പെയ്ദാരി എന്ന് ഉള്ള പേർഷ്യൻ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സൂപ്പർ റവല്യൂഷണറീസ് എന്നാണ്. ഇതൊരു വലിയ വൈരുദ്ധ്യമാണ്. ഈ മത തീവ്രവാദികളും യാഥാസ്ഥിതികരും സ്വയം വിപ്ലവകാരികളെന്ന് വിളിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന അർത്ഥമല്ല ഇറാനിലും ഇപ്പോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലും ഒക്കെ വിപ്ലവകാരി എന്ന് പറയുന്നത്. വിപ്ലവകാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും കടുത്ത യാഥാസ്ഥിതികനാണ് അവിടെ വിപ്ലവകാരി. അതാ പോവട്ടെ, ഞാൻ വിഷയത്തിലേക്ക് വരാം. ഈ ജബഹെ പൈദാരി എന്ന സംഘടന, അതിന്റെ നേതാവ് അയത്തുള്ള മഹദി മിർബാക്കറി എന്ന ഒരാളാണ്. ഈ അയത്തുള്ള മഹദി മിർബാക്കറി ഇറാനിലെ എല്ലാ നേതാക്കളും പേടിയോടെ കാണുന്ന ഒരു നേതാവാണ്. അയാള് ഇറാന്റെ എല്ലാ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെയും രാജ്യദ്രോഹികളെന്നും രാജ്യവിരുദ്ധരെന്നുമാണ് മുദ്ര കുത്തുന്നത്. ഇതൊരു വലിയ പ്രതിസന്ധി അവിടെ ഭരണത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് അമേരിക്ക, CIA ഒക്കെ വിലയിരുത്തുന്നത്. അതായത് ഏത് തരം സമാധാന ശ്രമങ്ങളെയും അട്ടിമറിക്കാനുള്ള ശക്തിയുള്ള ഒരു വിഭാഗമായിട്ട് ഇവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനയാണ് അമേരിക്ക നൽകുന്നത്. ഈ മതവിഭാഗം, ഈ ഗ്രൂപ്പ് സ്ഥാപിച്ചത് അയത്തുള്ള മുഹമ്മദ് താക്കി മെസ്ബാ യസ്ദി എന്ന ഒരാളാണ്. അയത്തുള്ള മുഹമ്മദ് താക്കി മെസ്ബാ യസ്ദി എന്ന ഒരു മതപണ്ഡിതനാണ്, ഷിയ മതപണ്ഡിതനാണ് ഈ ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ഇവര് സ്വയം പറയുന്നത് 1978-79 കാലത്തെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന അതിന്റെ സംരക്ഷകരാണ് തങ്ങളെന്നാണ്. അതിൽ വെള്ളം ചേർക്കാൻ അവർ അനുവദിക്കില്ല എന്ന്. അപ്പോ ഇസ്ലാമിക വിപ്ലവത്തിന്റെ ആ ഒരു ലഗാസി, അതിന്റെ ഒരു പാരമ്പര്യം, അത് തങ്ങളാണ് കാത്തു സൂക്ഷിക്കുന്നതെന്നും അധികാരത്തിലേറുന്ന എല്ലാവരും പാശ്ചാത്യ ശക്തികളുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ, അതായത് പാശ്ചാത്യ ശക്തികളുമായി രഹസ്യ ധാരണയിലെത്തി ഇസ്ലാമിക മൂല്യങ്ങളെയും വിപ്ലവ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തുകയാണെന്നുള്ള വ്യക്തവും കഠിനവുമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവരിപ്പോൾ പൊതുരംഗത്ത് നിൽക്കുന്നത്. അവർക്ക് പല സർക്കാർ സംവിധാനങ്ങളിലും അവർക്ക് ഇപ്പോൾ പ്രാതിനിധ്യമുണ്ട്. ഈ റവല്യൂഷണറി കൗൺസിലിൽ തന്നെ അവരുടെ പ്രതിനിധികളുണ്ട്. പക്ഷെ അവിടെ അവർ വളരെ കുറച്ചു പേരെ ഉള്ളതുകൊണ്ട് അവരുടെ അഭിപ്രായം പറയാമെന്നുള്ളതല്ലാതെ അത് നടപ്പാക്കാനുള്ള ഭൂരിപക്ഷം റവല്യൂഷണറി കൗൺസിലിൽ അവർക്കില്ല. ഇനിയും ഇതിന്റെ ഇപ്പോഴത്തെ നേതാവ് ഞാൻ പറഞ്ഞു മഹദി മിർബാക്കറിയാണ്, അയത്തുള്ള മഹദി മിർബാക്കറി. അദ്ദേഹത്തിനെ കൂടാതെ പ്രധാനപ്പെട്ട ചില ആൾക്കാരും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഇലക്ഷനിലെ അവിടെ ഇറാനിൽ മത്സരിച്ച് സയ്യിദ് ജലാലി എന്ന ഒരാളുണ്ട്. ആ സയ്യിദ് ജലാലി ഈ വിഭാഗത്തിന്റെ ഒരു പ്രധാന നേതാവാണ്. അയാള് ഇറാൻ പ്രസിഡന്റ് ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ അയാൾക്ക് 13 മില്യൺ, ഏതാണ്ട് 1.3 കോടി വോട്ടുകൾ കിട്ടിയെന്നുള്ളത് നിസ്സാരമല്ല. അയാൾ 2ാം സ്ഥാനത്ത് എത്തിയെന്നുമാണ് പറയപ്പെടുന്നത്. അതൊക്കെ ഭീതിയോടെയാണ് പുറം ലോകം കാണുന്നത്. ഇവരുടെ തത്വശാസ്ത്രം അനുസരിച്ച് സമാധാനത്തിന് പ്രസക്തിയില്ല ലോകത്തില്. അനാദികാലത്തോളം യുദ്ധം ചെയ്യണം എന്നാണ്. എറ്റേണിറ്റി, ഫൈറ്റ് ടിൽ എറ്റേണിറ്റി എന്നാണ് അവരുടെ മുദ്രാവാക്യം. അതായത് ഈ ഭൂമി മുഴുവൻ ഷിയ അധീശത്വത്തിൽ വരുന്നത് വരെ
ഇസ്ലാമിക വിപ്ലവത്തിന്റെ മൂല്യങ്ങൾ ഈ ഭൂമിയെ മുഴുവൻ കീഴടക്കുന്നത് വരെ നിങ്ങൾ പോരാടുക എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. അതായത് സമാധാനത്തിന് സൂചി കൊത്താനുള്ള സ്ഥലം പോലും അവർ അനുവദിക്കില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത. ഇവര് ഇപ്പൊ ആഹ്വാനം ചെയ്യുന്നത്, ഇപ്പോ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകളിലൊക്കെ തന്നെ ഇറാനെ നയിക്കുന്നത് ഇറാൻ പാർലമെന്റ് സ്പീക്കർ ആയിട്ടുള്ള മുഹമ്മദ് ബാഗ്രി ഗാലിബാഫ് ആണ്. ആ മുഹമ്മദ് ബാഗ്രി ഗാലിഗാഫിനെ അവരെ രാജ്യദ്രോഹി എന്ന പേരിലാണ് ഇപ്പോ വിളിക്കുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി അബ്ബാസിനെ പുറത്താക്കണം എന്നുള്ളൊരു ഡിമാൻഡും അവർ വെച്ചിട്ടുണ്ട്. അവർ ചോദിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാക്കന്മാരെ, അതായത് ഇറാന്റെ ഖമനീയായ അയത്തുള്ള അലി ഖമനിയെ വധിച്ച അമേരിക്കയുമായിട്ട് ഇറാൻ എങ്ങനെ സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. സമാധാനം ചർച്ചകളിൽ ഒരു കാരണവശാലും അമേരിക്കയായിട്ട് നടത്താൻ പാടില്ല. അത് തന്നെ ഇസ്ലാമിക വിപ്ലവ മൂല്യങ്ങളെ കുരുതി കൊടുക്കുകയാണ് എന്നുള്ള അഭിപ്രായമാണ് ഈ ജബഹെ എ പെയ്ദാരി എന്ന വിഭാഗത്തിൻ്റെത്. അപ്പൊ ഈ ജബഹെ എ പെയ്ദാരിക്ക് സമൂഹത്തിൽ വളർന്നു വരുന്ന സ്വാധീനത്തെ വളരെ ഭീതിയോടെയാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം പോലും കാണുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ തീവ്ര സ്വഭാവത്തിന് എത്രത്തോളം കടുപ്പമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയാം. നമുക്കറിയാം, സുന്നികളുടെ ഇതേ ലെവലുള്ള ഒരു തീവ്രവാദ വിഭാഗമായിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ്, അതായത് ISIS. ഈ ISIS പോലെ തന്നെ ഷിയ വിഭാഗത്തിന്റെ ഒരു തീവ്ര വിഭാഗമായിട്ട് ഇപ്പോ ജബഹെ പെയ്ദാരി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സൂചനകൾ. അവർ ഇറാന്റെ പല ഭാഗത്തും പ്രക്ഷോഭങ്ങൾ നടത്തുന്നു, പ്രകടനങ്ങൾ നടത്തുന്നു. ഇതൊരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇറാനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഭരണകൂടത്തിന്റെ പല മേഖലകളിലും അവരെ പിടിമുറുക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അവിടെ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ച സയ്യിദ് ജലാലി, ആ സയ്യിദ് ജലാലിയുടെ അനിയൻ വാഹിദ് ജലാലി ഇപ്പോ ഇറാന്റെ ഈ കമ്മ്യൂണിക്കേഷൻസ് വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സൂചന. ഇതൊക്കെ കാണിക്കുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ വിവിധ മേഖലകളിൽ ഈ ജബഹെ പെയ്ദാരി പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതായത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ സമാധാനം വളരെ അകലെയായിരിക്കും. ഇവര് സുന്നികളോടുള്ള ഇവരുടെ മനോഭാവവും അത്ര നല്ലതല്ല. അപ്പൊ അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇവര് നിരന്തരം ആക്രമണം നടത്താനുള്ള മാനസികാവസ്ഥയിലാണ് ജബഹെ പെയ്ദാരി അതിന്റെ വല്ലാത്ത ഒരു ഇറാനിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് അവിടെ ജബഹെ പെയ്ദാരിയുടെ ഈ അഭൂതപൂർവമായ വളർച്ച വലിയ ഭീതിയോടെയാണ് ഇറാനിലെ ഭരണകൂടം തന്നെ കാണുന്നത്. അതായത് മിഡിൽ ഈസ്റ്റിലെ ഒരു ഷിയ സുന്നി സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ജബഹെ പെയ്ദാരി ശ്രമിക്കുമെന്നും അത് പൂർണ്ണമായിട്ടും ഇറാന്റെ ഒരു നാശത്തിലേക്ക് ഒടുവിൽ അത് ചെന്നെത്തുമെന്നും ഒക്കെയുള്ള വിലയിരുത്തലുകൾ ഇപ്പോൾ നടത്തപ്പെടുന്നുണ്ട്. ഇതൊരു വലിയ പ്രതിസന്ധിയുടെ കാലമാണ് ഇറാനിലെ നമ്മളിപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കേട്ടത് ഇറാനിൽ ജനാധിപത്യവാദികളും ജനാധിപത്യ പ്രക്ഷോഭവും ഒക്കെ കടുക്കുന്നുവെന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിൽ ഇറങ്ങി ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നുവെന്നും ഒക്കെ പാശ്ചാത്യ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് അത് പച്ചക്കള്ളമായിരുന്നോ എന്ന് ഇപ്പം നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോ അത്തരം പ്രക്ഷോഭങ്ങളൊന്നും ഇറാനിൽ നടക്കുന്നതായിട്ട് കേൾക്കുന്നില്ല. ഇത്രയധികം യുദ്ധം നടന്ന് ഇറാനിലെ ഭരണകൂടം ദുർബലമായിരിക്കുന്നു. ഇറാന് പല തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നടക്കുന്നു. അപ്പോ ആരുടെ കണ്ണ് മൂടിക്കെട്ടുകയാണ് ഈ പാശ്ചാത്യ മാധ്യമങ്ങൾ? പാശ്ചാത്യ മാധ്യമങ്ങൾ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ ഈ പറയുന്ന തരത്തിലുള്ള ഒരു തീവ്രമായ ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നെങ്കിൽ ഈ യുദ്ധത്തിന്റെ 70ാമത്തെ ദിവസം എനിക്ക് ഉറപ്പുണ്ട് അവിടുത്തെ തദ്ദേശീയ ഭരണകൂടം നിലംപതിക്കുമായിരുന്നു. ഈ അമേരിക്ക യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലോ അല്ലെങ്കിൽ ശ്രീലങ്കയിലോ നേപ്പാളിലോ ഒക്കെ അമേരിക്കയുടെ CIA ആസൂത്രണം ചെയ്യുന്ന
ജനാധിപത്യ പ്രക്ഷോഭം എന്ന് പറഞ്ഞ ആസൂത്രണം ചെയ്യുന്ന പരിപാടികൾ, ഭരണവിരുദ്ധ കലാപങ്ങൾ ഇറാൻ പോലൊരു വലിയ രാജ്യത്തിലൊന്നും നടക്കില്ല എന്നുള്ളതിന്റെ ഒരു സൂചനയും കൂടാണ്. മാത്രവുമല്ല അത് ബാക്ക് ഫയർ ചെയ്യും, അത് തിരിച്ചടിക്കും. ആ തിരിച്ചടിയാണ് ജബഹെ പെയ്താരി പോലുള്ള സംഘടനകളുടെ വളർച്ച എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിലവിലുള്ള സർക്കാരുകളെ അട്ടിമറിക്കാനായിട്ട്, വിധ്വംസക പ്രവർത്തനങ്ങൾക്കായിട്ട് വൻതോതിൽ പണം ഒഴുക്കിയാൽ ആ പണം ചെന്നെത്തുന്നത് ഈ പറയുന്ന ജനാധിപത്യവാദികളുടെ ഒന്നും കയ്യിലായിരിക്കത്തില്ല. ഒടുവിൽ അത് ഇപ്പോൾ ഉള്ളതിനേക്കാൾ തീവ്രമായ മത തീവ്രവാദ വിഭാഗത്തെ സൃഷ്ടിക്കുന്നതിലായിരിക്കും കാര്യങ്ങൾ ഒടുവിൽ ചെന്ന് എത്തുന്നത് എന്നുള്ള ഒരു സൂചനയാണ് ഈ ഇറാനിലെ ജബഹെ പെയ്താരി. എന്തായാലും വരും ദിവസങ്ങളിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കീറാമുട്ടിയായിരിക്കും, തലവേദനയായിരിക്കും. അമേരിക്കയെ സംബന്ധിച്ചും ഇവർ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇറാനിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അത് ശുഭസൂചകമല്ല. അപ്പോൾ യുദ്ധം വീണ്ടും തുടരും എന്ന് തന്നെയാണ് ഈ പുതിയ സംഭവ വികാസങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വരും ദിവസങ്ങളിൽ ഇത് ഇറാന്റെ സമാധാനത്തെയോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിന്റെ സമാധാനത്തെയോ മാത്രമല്ല, ലോക സമാധാനത്തെയും ലോക സമ്പദ് വ്യവസ്ഥയും തന്നെ അട്ടിമറിക്കുന്ന ഒരു പുതിയ ഒരു സംഭവ വികാസമായിട്ട് ഇത് വളർന്നു വരാനും സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാവാനുമാണ് സാധ്യത എന്നാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. കാരണം ഇറാനിൽ നിന്ന് വളർന്നു വരുന്ന ഈ ജബഹെ പെയ്താരി നാളെ അത് ഇറാഖ് ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്, അവിടേക്ക് എത്താം. അതും കഴിഞ്ഞ് അത് സിറിയയിലെ ഷിയ മേഖലകളിലേക്ക് എത്താം, തുർക്കിയിലെ ഷിയ മേഖലകളിലേക്ക് എത്താം. അത് കടൽ കടന്ന് യമനിലെ ഹുതികളുടെ ഒരു വിഭാഗം ഈ ജബഹെ പെയ്താരിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആശയം സ്വീകരിക്കാൻ തുടങ്ങിയാലോ, അത് വലിയ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അപ്പോ ഒന്നുകിൽ ജബഹെ പെയ്താരിയെ മുളയിലെ നുള്ളാൻ പറ്റണം, അതല്ലെങ്കിൽ അവരെ ഈ മധ്യപൂർവേഷ്യ മുഴുവൻ അവരുടെ സാന്നിധ്യം വരും. അസമാധാനത്തിന്റെ വിത്തുകൾ അവർ ഏഷ്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലും വിതയ്ക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു സൂചനകൾ നൽകുന്ന പാഠം. കൂടുതൽ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്ന മുറയ്ക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.